പുള്ളിക്ക് എന്ത് പറ്റിയതാ ശരിക്കും? ഡോക്ടറുടെ കയ്യബദ്ധം എന്നാണ് പറഞ്ഞത്. തലയ്ക്കുള്ള പിടുത്തത്തിൽ ബ്ലഡ് പാസ് ചെയ്തിരുന്നതാണ്. പിന്നെ ആയിരുന്നു മൂത്ത് 3 മിനിറ്റിന് മാറ്റം. അന്നേരം ഞാൻ ചേട്ടായെന്ന് വിളിച്ചു. അമ്മച്ചി ഇവിടെയുള്ള എല്ലാവരും ചേട്ടായെന്ന് വിളിച്ച്. അച്ഛൻ പിന്നെ എന്താ കേസിന് പോവാതിരുന്നേ? അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. അപ്പൊ എന്നോട് ചാറ്റ് ചെയ്ത് തരാ. കൈ വെച്ചിട്ട് ടൈപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് കക്ഷി എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തന്നു. ചേട്ടായി സംസാരിക്കുമ്പോ ഇങ്ങനെ തല നേരത്തെ മറിഞ്ഞു കിടന്നാ കഴുത്ത്. മൊബൈൽ ഇറങ്ങിയ സമയത്താണ് പുള്ളി ഇങ്ങനെ മൊബൈൽ ഇരുന്ന് പണിന്ന് പറഞ്ഞത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ശരിക്കും മൊബൈല് ട്രീറ്റ്മെന്റ് വിളിക്കും. അയ്യോ, ആരാ ചേട്ടായിക്ക് വാരി തരുന്നേ? ലീനയാണോ? ചേട്ടായി പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, പഠിച്ചിട്ടില്ല. കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യും പുള്ളി. എന്നോട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ആൾക്കാരൊക്കെ വരും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. എനിക്കും ഒന്നും അറിയത്തില്ല. കുറച്ചു മുമ്പ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞില്ല, അതെനിക്ക് അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമില് ചേട്ടായി എന്നറിയപ്പെടുന്ന അജേഷിനെ കാണാനാണ് വന്നേക്കുന്നത്. ഹായ് ചേട്ടായി, ഇങ്ങോട്ട് വാ. പതുക്കെ എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമാ. വാ, പതുക്കെ വന്നാ മതി. പതുക്കെ പയ്യെ. സന്തോഷം കൊണ്ടാണല്ലോ ഇത്ര ഇത്. മതി 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 മതി. ചേർന്നിരിക്കണോ? കൈ അങ്ങനെ വെച്ചാലേ നേരെ വരുള്ളൂ. അച്ഛനെ വിളിക്ക്, വരാൻ പറ. വരാൻ പറ. ചേട്ടായി ഇൻസ്റ്റാഗ്രാം ഞാൻ കാണാറുണ്ട്. സൂപ്പറാണേ. എങ്ങനെയാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പുള്ളി അങ്ങ് പറഞ്ഞു. അച്ഛൻ എന്ന് മുതലാ ചേട്ടായുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ടെന്ന് അച്ഛന് മനസ്സിലായേ? ഞാൻ കുറച്ച് നാളായുള്ളൂ, 2 മാസമായുള്ളൂ. പലരും ഇങ്ങനെ വണ്ടി കിട്ടിയാൻ പോകുമ്പോ ഇങ്ങനെ പറയാറുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി. ഇപ്പൊ എവിടെ ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു ഒത്തിരി ആരാധകരൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഞങ്ങളൊക്കെ ഒരാളാ. എനിക്ക് മനസ്സിലായത്. പുള്ളിക്ക് എന്ത് പറ്റിയതാ ശരിക്കും? ഇത് പ്രസവ ഇരട്ടയാണ്. 6 മാസത്തിലുള്ള 6 മാസത്തില് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ആശുപത്രിയിൽ പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് ഇരട്ടയാന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ 6 മാസത്തില് ആളുണ്ടായി, രണ്ടുപേരും. അപ്പൊ ഇങ്ങനെ ഡോക്ടറുടെ കയ്യബദ്ധം എന്നാണ് പറഞ്ഞത്. തലയ്ക്കുള്ള പിടുത്തത്തില് ബ്ലഡ് പാസ് ചെയ്തിരുന്നതാണ്. ഓക്കെ. അപ്പൊ എന്നോട് കേസ് കൊടുക്കാൻ പറഞ്ഞ ഡോക്ടറെ വലിയ അങ്ങനെ ഇല്ല. എനിക്ക് ആക്സിഡന്റ് ആണോ ഞാൻ ചികിത്സിച്ചു. ഇത് ചേട്ടായിക്ക് എത്ര വയസ്സുണ്ട്? 28. അത്ര വയസ്സുള്ള എന്നെ കഴിഞ്ഞ എളുപ്പമാണ്. ചേട്ടായി എന്നുള്ളത് ഇവിടെ എല്ലാരും വിളിക്കുന്നോണ്ടാണ്. ഞങ്ങൾ അന്ന് തന്നെ ഇവനായിരുന്നു മൂത്ത് 3 മിനിറ്റിന് മാറ്റം. അപ്പൊ അത് അന്നേരം ഞാൻ ചേട്ടായെന്ന് വിളിച്ചു. അമ്മച്ചി ഇവിടെയുള്ള എല്ലാവരും ചേട്ടായെന്ന് വിളിച്ച്. എല്ലാം മനസ്സിലാവും അല്ലേ? എല്ലാ കാര്യം അറിയാം. അവൻ ചെറുപ്പം മുതലുള്ള എന്നെ കാണിച്ചിട്ട് വലിയ ഈ സമയമുള്ള എന്നെ കാണിച്ചാൽ തന്നെ ടി വിയിലിട്ട്. എനിക്ക് ഒരു പരിപാടി അറിയത്തില്ല. എനിക്ക് എൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ കീബോർഡാണ്, അല്ലാതെ മറ്റേ ടച്ചൊന്നുമില്ല. അതിനകത്തുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുമില്ല. ഇവൻ എല്ലാ കാര്യങ്ങളും എന്നെ ഇട്ട് കാണിച്ച് തരാം. ചേട്ടായിക്ക് ആരാ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കൊടുത്താരാ? തന്നെ ഉണ്ടാക്കിയതാണോ? മിടുക്കാ. അപ്പൊ എന്നോട് ചാറ്റ് ചെയ്ത് തരാ. ഇത് വെച്ചിട്ട് ചെയ്യൂ, കൈ വെച്ചിട്ട് ടൈപ്പ് ചെയ്യൂ. ഈ കോഴിക്കോട് നിന്നൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടല്ലോ, അത് ചേട്ടായിക്ക് കുടിക്കാൻ എപ്പോഴും വെച്ചേക്കുന്നതാണോ? ആദ്യഘട്ടങ്ങളിൽ പുള്ളിക്ക് എന്നോട് മെഴുതിരിയൊക്കെ വെച്ച് ഊതി കിടത്താനാണ് പറഞ്ഞത്. ഊതി കഴിഞ്ഞാൽ അമ്മയെന്നൊക്കെ വിളിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വലിച്ചു കുടിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ കിടത്തി ഇങ്ങനെ കൊടുക്കുവായിരുന്നു ഞാൻ വെള്ളം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് മേടിച്ചു കൊടുത്തു. ഇപ്പൊ തന്നെ കുടിക്കാറായി. മൂത്രമൊക്കെ തന്നെ ഒഴിച്ചു പാത്രത്തിൽ. ഇപ്പോഴാണോ അതിനെല്ലാം? അതെ. ഇപ്പൊ പുള്ളി കിടക്കണോർന്ന് എഴുന്നേറ്റ് ഗാർഡിൽ വരും, TV ഓൺ ചെയ്യും, അതെല്ലാം കുത്തും. നമ്മള് വീഡിയോയില് എങ്ങനെയാ വീഡിയോ എടുക്കുന്നത്? പുള്ളി ഇങ്ങനെ ചേട്ടായി ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ ചേട്ടായിന്ന് വിളിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നെ കഴിഞ്ഞൊക്കെ ഇളയ ആളാണ്. അപ്പൊ ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് കക്ഷി എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തന്നു. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിക്കും പുള്ളി. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അമ്മയോ മരിച്ചുപോയോ? എന്നോട് വല്ലതും പറയാനുണ്ടോ? എന്നോട് വല്ലതും പറയുന്നതാണോ? ഇല്ലേ? എന്നിട്ട് ഞാൻ വന്നപ്പോ ഭയങ്കര സന്തോഷായിരുന്നു. ഇപ്പൊ എന്നോടൊന്നും പറയാനില്ലേ? എന്നാ ഫോളോവേഴ്സിനോട് വല്ലതും പറ. ഇൻസ്റ്റയിലെ ആദ്യമായിട്ട് ഞങ്ങൾ മുഖം കാണിക്കുമല്ലേ, പറ. ഒരു ഇന്റർവ്യൂ അല്ലേ, അപ്പൊ പറ. അവരോടൊന്നും പറയാനില്ലേ? എന്ത് പറ്റി? ഭയങ്കര സന്തോഷാണോ? സംസാരിക്കാൻ വരില്ലെന്നാണോ? പെട്ടെന്നേ
ആ കുറേ സമയം പിടിക്കും. അതായത് ഞാൻ ഈ അടുത്തിടെ ഇതുപോലെ തന്നെ ഒരു ചേട്ടൻ പ്രസവത്തിൽ എന്തോ ഇതുപോലെ വലിച്ചപ്പോ ഒരു ഞരമ്പ് പോയതാണെന്ന് പറഞ്ഞു. ആ പുള്ളിയും ഇപ്പം സിനിമ പിടിച്ചു പുള്ളി. അങ്ങനെ അവൾക്കൊരു കുഴപ്പമില്ല. അന്ന് സ്കാനിങ് ഒന്നുമില്ല. അമ്മ 8ാം മാസം പ്രസവിച്ചു. കൊച്ചിനെ വലിച്ചെടുത്തപ്പം എന്റെ പെട ഇങ്ങും വെട്ടിപ്പോയി. അപ്പൊ ആ ചേട്ടന് ഇതുപോലെ തന്നെ സംസാരിക്കാൻ ഭയങ്കര പാടാ. ആളുകളെ കാണുമ്പോഴത്തേക്കും എക്സൈറ്റ്മെന്റ് സിനിമ പിടിച്ച ആളല്ലേ? സിനിമ പിടിച്ച ഇന്നലെ മനോരമയിലുണ്ടായിരുന്നു. എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് പുള്ളിക്ക് ഇതുപോലെ നാക്കൊക്കെ ഒട്ടു എന്ന് പറഞ്ഞു. അതാണോ? ഇന്നലെ അതിന്റെ പുള്ളി പെട്ടെന്ന് ഇറങ്ങി വന്നു. ഞാൻ വെച്ച് കഴിഞ്ഞപ്പോ കൊമ്പേരിക്ക കോമഡി ഷോ വെച്ചപ്പോഴേ. എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്നാണോ എന്നെ കാണിച്ചു തന്നെ? അതെങ്ങനെയാ? ആണോ? ഇന്നലെ കൂടെ എന്റെ വീഡിയോ കാണിച്ചു കൊടുത്തെന്ന്. ചേട്ടാ ഈ സംസാരിക്കുമ്പോ ഇങ്ങനെ തല ബാക്കോട്ട് ആയി പോവാണോ അതോ സ്ട്രെയിൻ എടുക്കണം? നേരത്തെ മറിഞ്ഞു കിടന്നാ കഴിച്ചത്. ഓ ഇങ്ങനെ നേരെ നിക്കത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ മൊബൈൽ ഇറങ്ങിയ സമയത്താണ് പുള്ളി ഇങ്ങനെ മൊബൈൽ ഇരുന്ന് പണി പറഞ്ഞത്. ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. രാത്രി 1 മണി വരെ മൊബൈലിൽ പണിയും. രാത്രിയിൽ ഇങ്ങനെ മൊബൈൽ ഇരുന്നിരുന്നാണ് ഇപ്പൊ തല എത്ര നേരം ഇപ്പൊ ഒരു നേരം നിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും മൊബൈല് അയ്യോ അത് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മള് പണ്ട് പറയും നമ്മളൊക്കെ മൊബൈൽ കളിച്ചാണെന്ന്. പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് ഇങ്ങനെ ഇരുന്ന് അതിന്റെ ഞാനൊന്നും പറയാറില്ല. കിടന്നുറങ്ങിക്കോളാം. അനിയന്റെ ഭാര്യയാണല്ലേ? ചേട്ടായിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കൊച്ചാണോ? പറഞ്ഞാ മനസ്സിലാവോ പെട്ടെന്ന്? ഇവർക്ക് ഇപ്പൊ എന്നെക്കാളും മനസ്സിലാവും. ആണോ? എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. ഇപ്പോഴും വാരി കൈയൊന്നും ഇങ്ങനെ വരില്ല, വായിലേക്ക് വരില്ല. ചേട്ടായി ആരാ ചേട്ടായിക്ക് വാരി തരുന്നേ? ലീനയാണോ? ലീനയാണല്ലേ? അപ്പൊ നോർമൽ ആയിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ? അല്ലാതെ നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ തന്നെ കഴിച്ചോളും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വാരി തന്നെ കൊടുക്കണം. ചോറ് വാരി കൊടുക്കണം. ചേട്ടായി വാരി കൊടുക്കും. എന്നാ ഇപ്പൊ കക്ഷി എന്നെ പറയുന്നേ? 3 പേരും കൂടെ വാരി തരുമെന്നാ പറഞ്ഞ. 3 പേര് ചേട്ടായിനെ നോക്കുന്നേന്ന്. എന്റെ വീഡിയോ കാണിച്ചിട്ട് എന്നാ പറഞ്ഞേ? നാളെ ഇന്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞോ? എന്നാ പറഞ്ഞേ? ഞാൻ ചോദിച്ചായിരുന്നു ചേട്ടായിയുടെ. അന്നേരം ചേട്ടായി ഉടനെ ഇൻസ്റ്റാഗ്രാമിൽ ഇതെടുത്തിട്ട് ഐഡിയെല്ലാം എടുത്ത് കാണിച്ച് വീഡിയോ ചെയ്തതെല്ലാം കാണിച്ചു. എന്നോട് ഇന്നലെ വന്നപ്പോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ പറഞ്ഞു നാളെ ഓട്ടോ ഉണ്ടോ എന്നോട് ചോദിച്ചു. എന്നോടാന്ന് ചോദിച്ചു. ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പിന്നെ വൈകുന്നേരം വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞു. ഞാൻ കുറച്ച് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. മനസ്സിലായി. അച്ഛൻ പിന്നെ എന്താ കേസിന് പോവാതിരുന്നേ? അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. മെഡിക്കൽ കോളേജിലായിരുന്നോ? അന്നൊക്കെ ഹോസ്പിറ്റലൊക്കെ കുറവായിരുന്നു അല്ലേ? ഇവിടെ അടുത്ത് നെടുങ്കണ്ടം ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ഒരു. അപ്പൊ നെടുങ്കണ്ടത്ത് കൊണ്ടുപോയിട്ടായിരുന്നു. അമ്മച്ചി എപ്പോഴാണ് മരിക്കുന്നേ? 3 വർഷമായുള്ളൂ. 3 വർഷമായതുള്ളൂ. 5 വർഷമായിരുന്നോ? ആണോ? പപ്പയ്ക്ക് ഒന്നും ഓർമ്മയില്ല അല്ലേ? തലയിടിക്കും. ചേട്ടായിക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇതിനകത്തല്ല ഇങ്ങനെ കാല് ഇതാവും അല്ലേ? അല്ല, തണുപ്പടിക്കാതിരിക്കാൻ. തണുപ്പ് ചെറിയ തണുപ്പ് മതി. ചുമ വന്ന തുപ്പാൻ അറിയത്തില്ല. ഒക്കെ അവക്കിട്ട് ഒരു വലിയ വിഷയം. ഇവർക്ക് ചെറുതിലെ മുതലേ എന്തൊക്കെ ഇത് ഏറ്റവും മെയിൻ കേസ്. അറിയത്തില്ല. ശ്വാസം മുട്ട് കണക്ക് വരും തണുപ്പ് ഒത്തിരി കഴിയുമ്പോൾ. ജനുവരി ഡിസംബറിലും വിഷയം, ഭയങ്കര വിഷയം. അതൊന്നും കുഴപ്പമില്ല. ഇവിടെ വീഡിയോ ആയിക്കിടുക. എപ്പോഴും ഹാളിലല്ലേ ഇരിക്കണേ? എനിക്കത് മനസ്സിലായി. ഇവിടെ നിന്ന് മൊത്തമല്ല വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ? കാരണം ഞങ്ങളല്ലേ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. പിന്നെ പുള്ളി കിടക്കുന്നിടത്ത്. അനിയൻ എന്ത് ചെയ്യുന്നു? ജോലിക്ക് പോയോ? ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ ഞാൻ ചോദിച്ചേ. വന്നോണ്ടിരിക്കുകയാണോ? എന്നാ ചേട്ടായി ഞങ്ങളോടല്ല പ്രേക്ഷകരോട് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? ഫോളോ ചെയ്യാനെങ്കിലും പറ ചേട്ടായി. ഹാപ്പിയാണ്. ഞാൻ വന്നതിൽ സന്തോഷം ഉണ്ടെന്നെങ്കിലും പറ.
പോട്ടെ. എന്നാ പറയുന്നേ? പറഞ്ഞു വന്നില്ല, പറഞ്ഞു വരുന്നേ ഉള്ളൂ. ടൈപ്പ് ചെയ്ത് കാണിക്കുവാണോ? ചേട്ടായി പഠിച്ചിട്ടുണ്ടോ അച്ഛാ? ഇല്ല പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോയിട്ടില്ല. ഇല്ലില്ല. ഇതൊക്കെ എങ്ങനെയാ പഠിച്ചത്? തന്നെ ഫോണിലെല്ലാം തന്നെ ചെയ്യും. കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യും പുള്ളി. ഓ ആ, എനിക്ക് വേണ്ടിട്ട് എഴുതി കാണിക്കുക കേട്ടോ. ഓക്കെ, എഴുതിക്കോ. കാലുകൊണ്ടാണ് എഴുതുന്നത്? കൈ കൊണ്ട്. ഹാപ്പി ആയിന്നാണ്, സന്തോഷമായെന്നാണ് ചേട്ടായി ടൈപ്പ് ചെയ്തേക്കുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ എല്ലാവരോടും ചേട്ടായി പറയാനുള്ളത് സന്തോഷമായെന്നാണ്. ചേട്ടായി കണ്ട് വീട്ടിലെത്തിയതിനു ശേഷം രാത്രി ഏകദേശം ഒരു 11:30 കൂടി എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഹായ് ചേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ലെന്നായിരുന്നു മെസ്സേജ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എഴുതി അയക്കാമോ, ഞാൻ വീഡിയോ ചേർക്കോളാന്ന്. എന്നിട്ട് പുള്ളി എനിക്ക് എഴുതി അയച്ചൊരു സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ടും ഹോണ്ട് ചെയ്തത്. ഞാൻ അവിടെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചേട്ടാ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ സന്തോഷം കൊണ്ട് പുള്ളിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു നിമിഷം ഉണ്ടായി. പുള്ളി അത് എനിക്ക് വേണ്ടിയിട്ട് എഴുതി അയച്ചിട്ടുണ്ട്. 2018 വീട്ടിൽ ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പഞ്ചാബി ഹൗസ് സിനിമയുടെ ഒരു സീൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. എൻ്റെ അനിയൻ അത് കണ്ടപ്പോൾ ഒരു ടിക്ടോക്ക് അഭിഷേകിന്റെ വീഡിയോ അയച്ചു തന്നു. എന്നിട്ട് അവൻ പറഞ്ഞു നീ ഇത് കണ്ടു നോക്ക്. അവൻ വന്ന് എൻ്റെ ഫോണിൽ ടിക്ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തു തന്നു. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു തന്നു. എനിക്ക് തന്നെ ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു. അവർ നീ ധൈര്യമായി ചെയ്യൂ എന്നും പറഞ്ഞു. ഒരു മാസത്തിന് ശേഷം ടിവിയിൽ തകർപ്പൻ കോമഡി എപ്പിസോഡ് 55 അഭിഷേക് വന്ന് കണ്ടപ്പോൾ അങ്ങനെ കുറെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. കുറെ വീഡിയോകൾ ചെയ്ത് അപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു. കുറച്ചു നാളായി വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. 2022 FB സ്റ്റാറ്റസ് ടിക്ടോക്ക് ഇട്ടു. അത് കണ്ടപ്പോൾ ഒരു കൂട്ടുകാരൻ ചാറ്റ് ചെയ്തു. എല്ലാ വീഡിയോകളും കൊള്ളാം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് അവൻ ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. തുടർന്ന് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യാൻ തുടങ്ങി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇത്രയും ചെയ്തു പറ്റി, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ചേട്ടായി പറയുന്നതിൽ കുറെ കാര്യങ്ങൾ ചേട്ടായിക്ക് എഴുതാൻ പറ്റി. അത് മലയാളത്തിൽ എഴുതുന്നതിന്റെ ഡിഫിക്കൽറ്റി കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞത് നിങ്ങളോടൊക്കെ നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റി, നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വെച്ചത്. അച്ഛാ, ഞങ്ങൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ അച്ഛൻ എന്താ തോന്നി? സന്തോഷം തോന്നി. ചേട്ടാടെ കാക്ക് കട എടുത്തല്ലേ, സ്വന്തമായിട്ടൊരു ഡയലോഗ് അല്ലേ? സ്വന്തമായിട്ടൊരു ഡയലോഗ് പറയാം, സ്വന്തമായിട്ടൊരു ഡയലോഗ് പറയാം. സന്തോഷമുണ്ട്. എന്താ സന്തോഷം? ഇങ്ങനെയുള്ള പിള്ളേര് നമ്മള് ഒന്നാമത്തെ വീടിനകത്ത് തന്നെ ഇല്ല ഇരിക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും കൊണ്ടാന്ന് പറഞ്ഞാലും പോരൊന്നുമില്ല. അങ്ങനെയുള്ള പുള്ളിക്ക് അങ്ങനെയുള്ള വലിയ സ്ഥലങ്ങളൊക്കെ കാണണമെന്നോ ഒന്നും അങ്ങനെയുള്ള യാതൊരു ചിന്തകളും ഇല്ല. പുള്ളി കൊണ്ടുപോകും ഞങ്ങൾ എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല. എപ്പോഴും പുള്ളി നല്ല ഹാപ്പിയൊക്കെ ആയിട്ട് നമുക്ക് അതുകൊണ്ട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ മൊബൈലൊക്കെ വന്നേ പിന്നെ ഭയങ്കരമായിട്ടും സന്തോഷമായിട്ടാണ്. എനിക്കും അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല ഞാൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോ വേറെ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ ഇതിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇന്റർവ്യൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേറെ ആരെങ്കിലും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാനും ഞെട്ടിപ്പോ ഇങ്ങനെയൊക്കെ ഒരാളെങ്ങനെയാ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ചേട്ടായിക്ക് കുറെ ആൾക്കാരുണ്ട്, കട്ടക്ക് നിൽക്കുന്ന ആൾക്കാര് അല്ലേ? പുള്ളിയുടെ ഒരിടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ ചാനലിൽ ഇടാൻ പോവാ, പൈസ കിട്ടും എന്നൊക്കെ ഒരിടയ്ക്ക് പറഞ്ഞു. ഞാൻ അത് എങ്ങനെയാന്ന് വെച്ചാൽ പുള്ളി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇട്ടൊന്നും അങ്ങനെ ഇട്ടുണ്ടോന്നും അറിയത്തില്ല. യൂട്യൂബ് ചാനലുണ്ടോ ചേട്ടായിക്ക്? അതില് ഇതുണ്ടോ? റവന്യൂ വരുന്നുണ്ടോ? ഇല്ല, വന്നു തുടങ്ങിയില്ല, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ചേട്ടായുടെ ചാനല് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ചേട്ടായുടെ വരുമാനം അച്ഛൻ പറയുന്ന പോലെ ചേട്ടായി വരുമാനം കൊണ്ടേ തരും. ഓക്കെ, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞ പോലെ ഒരു കാലത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, പക്ഷെ ഇന്നിപ്പോ ടെക്നോളജി ഉപയോഗിച്ച് ഒരടങ്ങി ഇരുന്നിരുന്നു. അതുകൊണ്ട് എനിക്കും സന്തോഷമായി. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഇന്റർനെറ്റ് ഒക്കെ ഉള്ള കൊച്ചു ഇവിടെ ഇരുന്ന് കൊച്ചിൻ ഇത് പണന്നുകൊണ്ടിരുന്നോളൂ, നമുക്ക് നമ്മുടെ പണിയായിട്ട് മുമ്പോട്ട് പോകാം. ആ ഒരു വേദന ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അല്ലെ? ഒരു ഫീൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല, അവന് കൂട്ടുണ്ട്. എന്തുണ്ടെങ്കിലും അപ്ഡേഷൻ അറിയാൻ പറ്റും. അനിയത്തി ഇവിടെ ചേട്ടായി നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണോ അതോ? ഒത്തിരി അകലമില്ല.
5 അല്ലേ? അപ്പൊ ചേട്ടായി കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ചേട്ടായി എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമേ സംസാരിക്കുമായിരുന്നോ? ഇല്ല, ആദ്യം എനിക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. ആ. പിന്നെ ചേട്ടായി എന്നോട് പയ്യെ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. ആ. വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന്. ആ. അപ്പൊ ഞാൻ അതാണോ എന്ന് ചോദിക്കുമ്പോ അതേന്ന് പറയും. അപ്പൊ കൈ ഇങ്ങനെ വെച്ചാലേ ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഈ കൈ ഇവിടെ കൊണ്ടുവന്ന് നോക്കണം. ആ കൈ ഇങ്ങനെ ഞാൻ ടൈറ്റ് ആവും. പിസാതറ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് സാധാരണ നമ്മുടെ നിലയിൽ ഇങ്ങനെ വരും. ഫിസിയോതെറാപ്പി ചെയ്തിട്ടില്ല? അത്രയും നാൾ ചെയ്തു. അത് കഴിഞ്ഞ് അത് കുറേ കഴിയുമ്പോൾ പിന്നെ ഈ പുള്ളിക്ക് ഫിസിയോതെറാപ്പിയും പിന്നെ കുഴമ്പ് ചെല്ലുമ്പോൾ വേറെ അസുഖം ഉണ്ടാവും. തണുപ്പ് ചെല്ലുമ്പോൾ പിന്നെ അതിന് വേറെ അലോപ്പതി കൊണ്ടുപോകണം, ആയുർവേദത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റണം. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു ഞാൻ. എന്നാൽ ഇതിന് ഇത്ര ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കൊച്ചെന്നെ കാണിച്ചു തന്നു. ഭിന്നശേഷിപ്പെട്ട പിള്ളേരെ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചതും തല്ലണതും ഒക്കെ ഒരിടയ്ക്ക്. അതന്നെ, നമ്മൾ അങ്ങനെ ഒന്നും കളഞ്ഞില്ല. നമ്മളുടേതല്ലേ, അത് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചേട്ടായി ഞാൻ പൊക്കോട്ടെ, ഞാൻ ഹാപ്പിയായി. താങ്ക് യു. കൈ കൊടുക്കും. താങ്ക് യു. വെൽക്കം. വെൽക്കം. എന്നോട് പുള്ളി പറഞ്ഞു ഇങ്ങനെ ആൾക്കാരൊക്കെ വരും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ചുമ്മാ എന്തെങ്കിലും ഞാൻ വായിക്കാൻ വന്നു എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. എന്നാലും അച്ഛ ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പം എനിക്ക് ഇവിടെ വന്നപ്പം അച്ഛന്റെ കണ്ണിടറിയപ്പോ എനിക്ക് വിഷമം ഉണ്ടായി. പക്ഷെ ചേട്ടാ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ആണെങ്കിൽ നന്നായിട്ടിരിക്കട്ടെ. ഓക്കെ, ഇത് അമ്മ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നല്ലോ, ചേട്ടാക്ക് ഇത്രയും ഡെവലപ്മെന്റ് ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. അപ്പോഴും ഇങ്ങനെ ഒരു ഇതിലെടുത്ത് തന്നെയായിരുന്നു. പക്ഷെ ചേട്ടായി പുലിയാണ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചില്ലേ. എനിക്ക് പോലും ഇപ്പൊ അതിനകത്ത് ഒരു ഫീച്ചേഴ്സും അറിയത്തില്ല ഇൻസ്റ്റയിലെ. എനിക്കൊന്നും അറിയത്തില്ല. എല്ലാം ചേട്ടായി എനിക്ക് എഴുതി ചെയ്തേ. കുറച്ച് മുമ്പ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞില്ല, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ മൊബൈലിൽ പൈസ ഇരുമ്പോ അപ്പൊ തന്നെ പൈസ കിട്ടുകാരും കറണ്ട് ബില്ല് അടയ്ക്കണത് പുള്ളിയാ. എല്ലാം സെറ്റ് ചെയ്യുന്ന എല്ലാം പുള്ളി തന്നെ. ഇവിടെ ബില്ല് വരുമ്പോ പുള്ളി അപ്പൊ തന്നെ അടച്ചു. പുള്ളി വരുന്ന പെൻഷൻ പൈസ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കും പുള്ളി. അപ്പൊ ശരി, ഞങ്ങള് പോണ്. ഓക്കെ, അപ്പൊ ശരി അച്ഛാ. അച്ഛന്റെ സമയം കളയുന്നില്ല ഞാൻ. ഞങ്ങളെ ചിരിച്ചോണ്ട് യാത്രയാക്കണം. അത് അച്ഛന്റെ കണ്ണിൽ ഇപ്പോഴും ഒരു കണ്ണീരുണ്ട് കേട്ടോ, ചിരിച്ചോണ്ട്. ഓക്കെ, ചായ ഒക്കെ കുടിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു.